ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ എർട്ടിഗറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എർട്ടിഗയിൽ അന്ന വീഡിയോയിൽ കണ്ട പോലെയല്ല, കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനൊക്കെ ആൻസർ ഇന്ന് ഈ വണ്ടിയിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ വണ്ടിയുടെ ഓണർ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പൂക്കി പറയും എന്തൊക്കെയാണ് നമ്മളെ വണ്ടിയിൽ നമ്മൾ അന്ന് ചെയ്യാത്ത കാര്യങ്ങൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. അന്ന് നമ്മൾ മെയിൻ പറഞ്ഞ സംഭവമായിരുന്നു. അന്ന് ഇതാണ് സ്റ്റോക്ക് അലോയായിരുന്നു. എല്ലാവരും പറഞ്ഞു വീല് മാറ്റാണ്. അപ്പൊ നമ്മളത് ചെയ്ത് അത് നമ്മൾ ഇതാ വീല് മാറ്റിയിട്ടുണ്ട്. ഇത് എത്ര ഇഞ്ച് ആയിരുന്നു? 17 ഇഞ്ച് ആയിരുന്നത്. പിന്നെ മെയിൻ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നമ്മൾ ചോദിച്ച ഒറ്റ ചോദ്യമായിരുന്നു. ഇതിൽ നമ്മൾ അന്ന് എക്സോസ്റ്റും ഫ്ലെയിമും മാത്രമേ ഉള്ളായിരുന്നു. അന്ന് നമ്മളിങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ചെയ്യണം എന്ന്. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്താണത്? ബാങ്കർ കിറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഭയങ്കര അന്ന് കൺഫ്യൂസ്ഡ് ആയി നിന്നായിരുന്നു. പൊട്ടൂല എന്നൊക്കെ കുറെ ആൾക്കാർ പറഞ്ഞു, നമ്മളൊന്നും നോക്കില്ല, ചെയ്തു. അങ്ങനെ ചെയ്തതിൻ്റെ ഇപ്പം എന്താ റിസൾട്ട്? ഫുൾ പൊട്ടല്. അതാണ് കാണാനുള്ളത്. അപ്പോൾ പിന്നെ വലിയ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിയർ എക്സിറ്റ് എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ സൈഡ് എക്സിറ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. അത് ഇപ്പോഴും ഫ്ലൈമുകളൊക്കെ തന്നെ, പക്ഷേ സൈഡിലാണ് വരുന്നത്. നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ പുതിയ സ്റ്റിക്കറൊക്കെ വന്ന് JDM-ന്റെ ഇതൊക്കെ വന്നല്ലേ. എക്സോസ്റ്റ് ഇപ്പൊ ഫുൾ സിസ്റ്റം ആയിട്ടുണ്ടോ? ഫുൾ സിസ്റ്റം ആണ്. അപ്പോൾ അത് SS-ലാണ് വരുന്നത്. ഫുള്ളായിട്ട് നമ്മൾ ഇപ്പോൾ സ്ട്രെയിറ്റ് ആണ് വരുന്നത് നമുക്ക്. അപ്പോൾ ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് കാണാൻ പറ്റി. സൈഡ് എക്സിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ആണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇത് അന്ന് നമ്മൾ വർക്ക് എടുത്തിട്ട് അന്ന് നമ്മൾ എക്സോസ്റ്റും കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് R34 എന്നായിരുന്നു. അപ്പോൾ ബാക്കി വർക്ക് നമ്മൾ അവിടെ തന്നെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ R34 ചെയ്തിട്ടുള്ളത്. വണ്ടി ഞാനൊന്ന് ഓൾറൗണ്ട് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഫ്രണ്ട് ലുക്ക് നോക്കുകയാണെങ്കിൽ അന്ന് നമ്മൾ സ്റ്റോക്ക് അലോയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നമ്മളെ നോർമൽ എർട്ടിഗയിൽ വന്നിട്ടുള്ള സാധാ സ്റ്റോക്ക് അലോയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ലോവറിംഗ് എന്ത് ചെയ്തിട്ടുണ്ടോ? നോർമൽ തന്നെയല്ലേ. ഇപ്പൊ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് പ്രശ്നമാണ്. കാണിച്ചത് ഇതായതുകൊണ്ട് സൈഡ് എക്സിറ്റ് അതും തട്ടാൻ അങ്ങനെ വലിയൊരു പ്രശ്നം ഇവിടെ ഇരിക്കുന്നുണ്ട്. നോർമലി നമുക്ക് റിയർ എക്സിറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഒരു പരിധി വരെ ആ കാര്യം ഓക്കെ ആയിരുന്നു. പക്ഷെ ഇത് സൈഡ് എക്സിറ്റ് ആയതുകൊണ്ട് നല്ല പെട്ടെന്ന് വരുന്ന ചാൻസ് ഉണ്ട്. ഫുൾ ലോഡ് ആയാലും പിന്നെ ഉറപ്പായിട്ട് ഇരിക്കും. അതാണ് മെയിൻ പ്രശ്നം. ഈ സൈഡ് എക്സിറ്റ് ആയതുകൊണ്ടുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതാണ് നാക്കിലെ മറ്റേനെക്കാട്ടിയും ഒന്നും കൂടി ഫ്ലെയിമൊക്കെ അടിക്കുമ്പോൾ ഒരു രസം കിട്ടൽ ഇതിലാണ്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഒരു ഓൾറൗണ്ട് വരുന്നത്? ഞാൻ ബാക്ക് കൂടി കാണിച്ചു തരാം. ഇതാണ് നമ്മൾ റിയർ പ്രൊഫൈൽ വന്നിട്ടുള്ളത്. അപ്പോൾ ബാക്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ബോബ് ക്രൂവിൻ്റെ ബാഡ്ജിങ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബോബ് ക്രൂവിൻ്റെ Instagram ID അതേപോലെ പൂക്കിയുടെ Instagram ID ഒക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഫോളോ ചെയ്യുക. പിന്നെ ഇൻറ്റീരിയറായിട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ? ഇന്ത്യയിൽ ഇപ്പോൾ മെയിനായിട്ട് വലിയ മാറ്റമില്ല. ഇന്ത്യയിൽ ഇപ്പോൾ ആംബിലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു മോഡ്യൂള് കാണുന്നുണ്ട്. ഇതെന്താ സംഭവം? ഇത് ഗോഡ് ബൂസ്റ്റർ, അതായത് നമ്മളെ ആക്സലറേഷൻ കുറച്ചും കൂടി അഗ്രസീവ് ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് നമ്മൾ ഡയറക്റ്റ് ഇതിക്കാ പോകുന്നത്, ആക്സലറേറ്ററിന്റെ പ്ലഗുമൊക്കെ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അതൊന്ന് നോർമൽ ആ ഒരു പവർ എന്നുള്ളത് ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ അത് ഏതൊക്കെ മോഡ് വരുന്നുണ്ട്? ഇപ്പൊ AI-ലാണ് എടുക്കുന്നത്. AI മറ്റേ നമുക്ക് വാലറ്റ് മോഡ് ഉണ്ട്, ഓഫ് റോഡ് ഉണ്ട്, എക്കോ മോഡ് ഉണ്ട്, ലേൺ, റാലി, നോർമലി, ബൂസ്റ്റ് പ്ലസ് ഉണ്ട്, റേസ് ഉണ്ട്, ഡ്രാഗ് ഉണ്ട്. അല്ല, നോർമലി നമ്മള് ഇങ്ങനത്തെ ഒരു ആഫ്റ്റർ മാർക്കറ്റ് സംഭവം ചെയ്യുമ്പോൾ എല്ലാവരും പറയാം ഇത് ജസ്റ്റ് വെറുതെ ഒരു കാര്യമില്ല, വെറുതെ വെക്കുകയാണെന്ന് എല്ലാവരും പറയാറുണ്ട്. എങ്ങനെയുണ്ട് അനക്ക് എങ്ങനെയൊക്കെ റിസൾട്ട് വരുന്നുണ്ട് ഇതിന്റെ? ഇത് റിസൾട്ട് എന്താ വെച്ചാൽ ഞാൻ ഫസ്റ്റ് ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മള് വെറുതെ ടെസ്റ്റിന് വെച്ചു. ജസ്റ്റ് ഒരു ദിവസം ഒരാളെടുത്തുണ്ട് ആണെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് വെച്ച് നോക്കി. പിന്നെ അത് തിരിച്ചു കൊടുക്കാൻ തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ വെച്ചതാണ്. ഓക്കെ, അപ്പൊ അത്യാവശ്യം മൈലേജും കിട്ടുന്നുണ്ട്. എങ്ങനെ മോഡ് ഉണ്ട്, മോഡ് എടുത്താല് അത്യാവശ്യം മൈലേജും കിട്ടും, പവറും കിട്ടുന്നുണ്ട്. എങ്ങനെയുണ്ട് അതില് മറ്റേ ഈ ബൂസ്റ്റ് പ്ലസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട്? ബൂസ്റ്റ് പ്ലസ് വരെ യൂസ് ചെയ്തിട്ടില്ല, അധികം ഡ്രാഗിലാണ്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ പവർ വരുന്നത് ഡ്രാഗ് ആണോ? റാലി. ഓക്കെ, ആ മോഡ്സിനാണ് വരുന്നില്ലേ? അപ്പോൾ അല്ല, അതെങ്ങനെയുണ്ട്? നോർമൽ പണ്ട് വണ്ടി ഓടിച്ചിരുന്ന പോലെ ആക്സിഡന്റ് കൊടുക്കുമ്പോൾ ക്വിക്കായിട്ട് റിയാക്ഷൻ വരുന്നുണ്ടോ? ക്വിക്കായിട്ട് വരുന്നുണ്ട്, അതായത് ലാഗ് മാറുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊന്നും ചുമ്മാ ഉള്ള സാധനം അല്ലല്ലേ? അല്ല, നമ്മള് പല ഇൻസ്റ്റാഗ്രാം വീഡിയോയിലാണ് നമ്മൾ കാര്യമായിട്ട് ഇങ്ങനത്തെ പ്രൊഡക്റ്റുകൾ കാണല്. അപ്പൊ നമ്മളിങ്ങനെ പറയും അതൊക്കെ ചുമ്മാ ജസ്റ്റ് വെറുതെ ഇതിനായിരിക്കും, പക്ഷെ ഇതൊക്കെ ഫംഗ്ഷനിലാണ്, വർക്കിംഗ് ആണെന്നാണ് പൂക്കി പറയുന്നത് അല്ലേ? ടെസ്റ്റ് ചെയ്ത് നോക്കാലോ. ഇനി വേണം ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഈ വണ്ടിനെ ഓടിച്ചു നോക്കാം. അല്ല, ഓടിക്കാം. പിന്നെ ഇന്റീരിയറിൽ അന്നത്തെ വർക്കുകൾ തന്നെയാണ്. നമ്മളെ സീറ്റും അതേപോലെ തന്നെ നമ്മള് ഇത് RGB ആംബിയൻ ലൈറ്റിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ ഗിയർ നോബ് കാലൊക്കെ മാറിയിട്ടുണ്ട്.
പിന്നെ വുഡൻ ഫിനിഷ് വരുന്നത് ഇരട്ടിക്കൽ നമുക്ക് വുഡൻ ഫിനിഷ് ആണ് വരുന്നത്. ഈ ടൈപ്പാണ് വരുന്നത്, ഈ ടൈപ്പ്. അപ്പോൾ അത് കംപ്ലീറ്റ് നമ്മൾ ഒരു ഫോർജ്ഡ് കാർബൺ ഫൈബറിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. അതേപോലെ തന്നെ നമ്മളെ പില്ലേഴ്സ് ഒക്കെ ഇതടിച്ചില്ല, നമ്മൾ ആൽക്കന്താര റാപ്പിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇപ്പോൾ ഇന്റീരിയർ വന്നിട്ടുള്ളത് കംപ്ലീറ്റ്. നമ്മൾ മുന്നത്തെ ടാഗ് ലൈൻ ഇതായിരുന്നു, ഇത് നോട്ട് ആവറേജ് ഫാമിലി കാർ എന്നല്ലേ. അതിപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടാഗ് ലൈൻ വീണ്ടും വീണ്ടും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് കാണാനുള്ളത് ഇതിൻ്റെ പെർഫോമൻസ് ആണ്. എന്താണ് എക്സോസ്റ്റും വിത്ത് ഫ്ലെയിമും കാര്യങ്ങളൊക്കെ ഉള്ള എക്സോസ്റ്റ് തന്നെയാണ്. സൈഡ് എക്സിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അത് ഡുവലല്ലേ? ഡുവൽ വർക്കിംഗ് തന്നെയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ റിയറിലും ഡുവൽ തന്നെ വന്നിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. റിയറിൽ നമ്മൾ സിംഗിളാ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഡുവലാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴാണ് വണ്ടി സത്യം പറഞ്ഞാൽ ലുക്ക് ആകെ മാറിയല്ലേ. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് പ്രൊഫൈലായിട്ട് വരുമ്പോൾ നമുക്ക് വീൽസ് ഇല്ല, പിന്നെ സൈഡിൽ സ്റ്റിക്കേഴ്സ് ഇല്ല. അപ്പോൾ വണ്ടി പക്ക അങ്ങോട്ട് മാറ്റിയെടുത്തു. കുറെ പൈസ ചെലവാക്കിയില്ലേ? ഒരുപാട്. ഞാൻ വീട്ടിൽ പറയട്ടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ഈ ഒരു എക്സോസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ എക്സോസ്റ്റ് നോട്ട് കേൾക്കാനാണ്. അപ്പോൾ അല്ല, എനിക്കൊന്ന് കേൾക്കണില്ല, വരട്ടെ. ഇതാണ് ബാങ്കർ കിറ്റിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കുന്നുണ്ട് അറിയില്ല, 2 ചെവി പോയിരിക്കുകയാണ്, അത് വേറെ കാര്യം. നമുക്ക് ഇനി നമ്മളെ ഫ്ലെയിമാണ് ഇനി കാണാനുള്ളത്. ഫ്രണ്ട് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്തോ ഒരു മാറ്റം കാണുന്നുണ്ട്. എന്തായിരുന്നു? ബോണറ്റ് കാർബൺ ഫൈബർ. അതെ, അന്ന് നമ്മൾ ഇല്ലാത്തൊരു സംഭവമായിരുന്നു. അന്ന് നോർമലായിരുന്നു. ഇപ്പോൾ നമ്മൾ കാർബൺ ഫൈബറിൻ്റെ സ്റ്റിക്കർ വർക്കാണ് ചെയ്തിട്ടുള്ളത്, കാണാൻ പറ്റും. ഒരു ഫുള്ളി റാപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി ഫ്രണ്ട് കാണുമ്പോൾ ആകെ ലുക്ക് തന്നെ മാറിയില്ലേ കംപ്ലീറ്റ്ലി. പിന്നെ മെയിനായിട്ട് സംഭവമുണ്ട്. എന്താണ്? ഇപ്പോൾ ഈ റീലൊക്കെ കാണുന്ന ഒരു ട്രെയിനിൻ്റെ ഹോണ്, അത് നമ്മൾ അങ്ങനെ ഒരു സംഭവം ഇതിൽ കാണുന്നുണ്ട്. അത് കേൾപ്പിച്ചോ? ഞാൻ ഇവിടെ വെട്ടിക്ക് നിൽക്കാം. സൗണ്ടാണ്. ആ ഒരു ട്രെൻഡിങ് സംഭവമാണ് അത്. ഒന്ന് നീട്ടിയടിച്ചൊന്ന് നമ്മളെ ഇനിയും നീട്ടാൻ പറ്റും, പക്ഷെ നീട്ടിയാൽ സൗണ്ട് കിട്ടും. പക്ഷെ നമ്മൾ ഇവിടുന്ന് അടിക്കുന്നില്ല എന്തായാലും. അപ്പോൾ അത് ഇപ്പോൾ ട്രെൻഡിങ് ആണ് ആ ഒരു സംഭവം. ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ പറ്റും നമുക്ക്. ട്രെയിനിൻ്റെ ഓൺ പറഞ്ഞിട്ട് ഇപ്പോൾ അത്യാവശ്യം അല്ലേ ഷോപ്പേരൊക്കെ എല്ലാം സെയിൽ ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇത് കുറേ വെച്ചിട്ട് കുറച്ചായിട്ടുണ്ട് ഇതിൽ വെച്ചിട്ട്. പിന്നെ വലിയൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ റൂമിലാണ്. അതെന്താന്ന് കാണിച്ചു കൊടുത്താ? എയർ ഫിൽറ്റർ യെസ്, നമ്മളെ എയർ ഫിൽറ്റർ മാറിയിട്ടുണ്ട്. അത് ഡയഡാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് അവിടുന്ന് ഇതൊരു നമ്മൾ എക്സ്ട്രാ ഒരു ഇത് കൊടുത്തിട്ടുണ്ടല്ലേ, പൈപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ആ ഹോണ് കണ്ടിട്ട്. ഇത് ട്രെയിനിന് വരത്തിന് നീളത്തിലാണല്ലോ ഇരിക്കുന്നത്. ഇതെങ്ങനെ നീളത്തിൽ ഇരിക്കുന്നത് കാണാൻ പറ്റും. ഇതാണ് ആ ഹോണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ എഞ്ചിൻ റൂമിലുള്ള മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എങ്ങനെയുണ്ട് ആഫ്റ്റർ ഡയ വെച്ചപ്പോൾ തന്നെ? അത്യാവശ്യം പഴയതിനൊക്കെ അത്യാവശ്യം ഇതുണ്ട്. റോഡിൽ റെസ്പോൺസ് വരുന്നുണ്ടോ? ആ, വീടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്താ പറയാനുള്ളത് വണ്ടിയുമായി? വണ്ടിനെ പറ്റി എന്ത് പറയാൻ? മൈക്ക് ഇവിടെയാണ്, പറഞ്ഞോളൂ. വണ്ടിനെ പറ്റി എന്ത് പറയണ്ടേ? എങ്ങനെയുണ്ട് പൂക്കിയുടെ വണ്ടി കണ്ടിട്ട് റിയാക്ഷൻ? ഞാൻ നോർമലി പറയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ക്ലീൻ ബിൽഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന വണ്ടിയാണ്. ലൈക്ക് ഞാൻ പൊതുവെ ഞാൻ കുറേ കാലമായിട്ട് വണ്ടി ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എപ്പോഴും ബെറ്റർ വണ്ടികൾ, അതായത് എല്ലാവരും ചെയ്യുന്ന സിവിക്കോ സ്വിഫ്റ്റോ ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ നമുക്കൊരു പുതിയ പരീക്ഷണം എന്നുള്ളതാണ് മെയിൻ. ആക്ച്വലി നിങ്ങൾ ചെയ്തിയിൽ എന്താ വെച്ചാൽ ഇതിൽ മെയിൻലി നമ്മൾ എസ്തെറ്റിക്കൽ മോഡ്സിനെ കുറച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. നോർമലി വെറുതെ ഒരു ലോവർ ചെയ്തിട്ട് വണ്ടീൻ്റെ കംഫർട്ടിനെ കളയേ, അല്ലെങ്കിൽ നമ്മളെ വണ്ടിയുടെ ഒരു സ്റ്റെബിലിറ്റിനെ ബാധിക്കുന്ന കാര്യങ്ങളോ അല്ല ചെയ്യുന്നതിന് പകരം കുറച്ചും കൂടെ പവർ ഓറിയൻറ്റഡ് ആയിട്ട് കുറച്ചുകൂടെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ ചാൻസ് ഉള്ള സാധനങ്ങളാണ് ചെയ്യുന്നത്. യെസ്. പിന്നെന്താ വെച്ചാൽ നമ്മൾ എല്ലാവരും ചോദിക്കുന്നത് എന്തിനാ നിങ്ങളൊരു ബാങ്കർ ചെയ്യേണ്ട ആവശ്യം എന്ന് പലരും ചോദിക്കുന്നുണ്ട്. എഞ്ചിന് ഭയങ്കര അതായത് നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളതിനുപരി നമുക്കിതൊരു ഷോയിൽ ഇറക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് പോകണമെന്നുണ്ടെങ്കിൽ നോർമലി നമ്മളൊരു മല്ലു കൺസെപ്റ്റ് വെച്ച് വണ്ടി പൊട്ടണം അല്ലെങ്കിൽ തീ വരണം. ഈ 2 കൺസെപ്റ്റിലല്ലാതെ ആൾക്കാർക്ക് വണ്ടി പറ്റില്ല.
ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഡയ ചെയ്യുമ്പോൾ അത്രയും ഡെൻസർ ആയിട്ടുള്ള എയർ വരും വണ്ടിയിൽ നമ്മൾ ഡ്രൈവിംഗ് പെർഫോമൻസിൽ അത്രയും ഡിഫറൻസ് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ നാട്ടിൽ ബോധമല്ല, ജസ്റ്റ് വണ്ടി തീ വരാൻ കുറച്ചും കൂടെ ബെറ്റർ ആണെന്ന് ആൾക്കാർ കണക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് എപ്പോഴും പറഞ്ഞാൽ കുറച്ചും കൂടി ക്ലീനർ ബിൽഡ്, അതായത് വെറുതെ വാരി കയറി കുറേ സ്കേർട്ടും കാര്യങ്ങളും വെക്കുന്നതിലുപരി കുറച്ചും കൂടി ക്ലീനർ ബിൽഡ് എന്നാണ് എപ്പോഴും ഇതിനെക്കുറിച്ച് പറയാറ്. എല്ലാ സൈഡിലും. അതായത് നമുക്ക് ഇതിൻ്റെ പ്രോട്ടോക്കോൾസ് കറൻ്റ്ലി ഓപ്പൺ അല്ല. അതായത് നമുക്ക് കറക്റ്റ് ട്യൂണിങ് പവർ നമുക്ക് പൊട്ടൻഷ്യലി കിട്ടാനുള്ള പ്രോട്ടോക്കോൾസ് ഓപ്പൺ അല്ല. അപ്പോൾ നമ്മൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾ പറയാൻ വിട്ടുപോയൊരു സാധനമുണ്ട്. ഇതിനകത്ത് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ത്രോട്ടിൽ ബോഡിയിൽ നമ്മൾ എക്സ്ട്രാ പവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ത്രോട്ടിൽ ബോഡി, അതായത് നമ്മൾ ഡയറക്റ്റ് ത്രോട്ടിൽ കൺട്രോളർ എന്നാണ് ഈ സിസ്റ്റം വരുന്നത്. നോർമലി എല്ലാ സാധനത്തിനും ഡിഫറൻസ് ഇതിപ്പോൾ AI മോഡലാണ്. അതായത് ഇതിൽ മെയിൻലി നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നത് ഈ ത്രോട്ടിൽ റെസ്പോൺസിനെ കൂട്ടുക എന്നുള്ളതാണ്. അതായത് നമ്മൾ നോർമലി എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, എന്ത് നമ്മളൊരു ജസ്റ്റ് ഒരു ബോക്സ് വെച്ചുകൊണ്ട് ഒരു ട്യൂണിങ് പൊട്ടൻഷ്യൽ നമുക്കില്ല. അതായത് മെയിൻലി ഇങ്ങനത്തെ വണ്ടികളുടെ മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇനീഷ്യൽ പുള്ള് കിട്ടൂല. നമുക്ക് എപ്പോഴും ഒരു ഫീൽ ആയത് പവർ ഇല്ല, അണ്ടർ പവേർഡ് ആയിട്ട് ഫീൽ ചെയ്യും എഞ്ചിൻ. കാരണം ടർബോ ഇല്ല, അത് അതായത് നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഫസ്റ്റ് ഒരു 2000 വരെ നല്ലൊരു ലാഗ് ഫീൽ ചെയ്യും. ഈ ഒരു സാധനം വെക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി വണ്ടി നമ്മൾ കൊടുക്കുന്നതിന് മുൻ ഭയങ്കര സെൻസിറ്റീവ് ആവും. നമ്മുടെ ഇതിൽ ഡിഫറെൻറ്റ് മോഡ്സ് ഉണ്ട്. ഏകദേശം ഒരു 49ഓളം മോഡ് ഉണ്ടെന്ന് എൻ്റെ അഭിപ്രായം. കറക്റ്റായിട്ട് എനിക്ക് ചെക്ക് ചെയ്യണം, എനിക്ക് കറക്റ്റ് പറയില്ല, നമ്മൾ വെച്ചിട്ട് കുറച്ചായിട്ടുള്ളൂ. നിയർലി 49-59 മോഡ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതിന് ഓരോന്നിനും സെൻസിറ്റിവിറ്റി അത്രയും ഡിഫറൻസ് വരും. അപ്പോൾ നമുക്ക് ഈ ത്രോട്ടിൽ റെസ്പോൺസ് ഡിഫറൻസ് എന്ന് പറയുന്നത് കറക്റ്റ് നമുക്ക് മനസ്സിലാവും. ഓരോ മോഡലിട്ട് ഈ കയറിയിട്ട് ഷോട്ട് നോക്കും, കറക്റ്റ് മനസ്സിലാവും. അതായത് AI മോഡ് ആകുമ്പോൾ നമ്മൾ നോർമലി ഫുൾ ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്താണ് വണ്ടിക്ക് പവർ കൂടുതൽ വരുന്നത്. ഇതിൽ ഡ്രാഗ്, റാലി, സ്പോർട്ട്, ബൂസ്റ്റ് പ്ലസ്, നോർമലി എക്കോ, അങ്ങനെ 7 മോഡുണ്ട്. 7ലും അതായത് ഡ്രാഗിലൊഴികെ ബാക്കി എല്ലാത്തിലും 9 സെൻസിറ്റിവിറ്റി ഉണ്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ ത്രോട്ടിൽ റെസ്പോൺസിൽ അപ്പോൾ ആൾക്കാർ ചോദിക്കും എന്താ ഒരു ത്രോട്ടിൽ റെസ്പോൺസിൽ ഇത്രയും ഡിഫറൻസ് വരാൻ. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ, അതായത് നമ്മൾ ഒരിക്കലും നമ്മൾ ഈ വണ്ടിയിൽ 150 സ്പീഡ് പോകണം അല്ലെങ്കിൽ 200 പോയിട്ട് ഒരാളെ നമ്മൾ അടിച്ചിടുക എന്നുള്ളതല്ല മെയിൻ. നമ്മൾ സിറ്റി ഡ്രൈവ് അല്ലെങ്കിൽ ഒരു ടൗൺ ടു ടൗൺ ഡ്രൈവാണ്. അപ്പോൾ ബേസിക്കലി നമുക്ക് സിഗ്നലിന് വണ്ടി എടുക്കുമ്പോൾ ഒന്ന് കയറി പോകണം. ലൈക്ക് കാരണം ബാക്കിലുള്ള ഒരു ഹോൺ അടിക്കാൻ തോന്നും. നമ്മുടെ നാട്ടിൽ പൊതുവെ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ചവിട്ടി കഴിഞ്ഞാൽ നോർമലി ഇങ്ങനത്തെ വണ്ടികൾ, വലിയ വണ്ടികൾ കുറച്ചൊരു ലാഗ് നമുക്ക് കറക്റ്റ് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം വണ്ടിക്ക് അതായത് പവർ കിട്ടാത്തത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ റെസ്പോൺസിനെ ക്യാൻസൽ ചെയ്ത് 1000 നിന്ന് കയറുന്നതിന് പറയാൻ ഡയറക്റ്റ് 2000 വരെ RPM ഫാസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്കിത് കുറച്ചും കൂടെ പവർഫുൾ ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഗൈസ് നമുക്ക് ഇത്ര കാര്യങ്ങളാണ് നമ്മളെ എർട്ടിഗയിൽ പറയാനുള്ളത്. അപ്പോൾ ഇതേപോലത്തെ അപ്ഡേറ്റ്സ് ഞാൻ ഇനിയും ഇങ്ങനെ കൊണ്ടുവരാം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഇനിയും കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ അന്ന് നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ ഇല്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ളത്.